ഇനി സ്വാദുള്ള അല്പം സസ്യേതര ഭക്ഷണം കഴിക്കാം. മുഗൾ കാലഘട്ടത്തിലെ വിഭവങ്ങൾ വിളമ്പുന്ന ഒരു സ്ഥാപനം പഴയ ദില്ലിയിൽ ഉണ്ട്. ചിക്കനും മട്ടനുമെല്ലാം പല രൂപങ്ങളിൽ ഇവിടത്തെ തീന്മേശയിൽ എത്തുന്നു. ചെങ്കോട്ടയ്ക്കരികെ പഴംവയുടെ സ്വാദ് പകരുന്ന കരീംസ് എന്ന സ്ഥാപനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ത്യ ഗേറ്റിൽ ഇനി. വെജിറ്റേറിയൻ ഭക്ഷണപ്രിയർ ക്ഷമിക്കുക, ഇന്നൽപ്പം നോൺ വെജ് ഭക്ഷണമാണ്. നോൺ വെജ് എന്ന് വെച്ചാൽ അല്ലറ ചില്ലറ ഭക്ഷണമൊന്നുമല്ല. ചക്രവർത്തിമാരും മഹാറാണിമാരുമെല്ലാം അമൃതത്ത് കഴിച്ചിരുന്ന ചില വിഭവങ്ങൾ. അതിനായി പഴയ ദില്ലിയിലെ ഇടുങ്ങിയ തെരുവുകൾ കടന്ന് ലോകപ്രശസ്തമായ ജുമാ മസ്ജിദിനരികിലേക്ക് പോകാം. ഇവിടെയാണ് കരീംസ് ഹോട്ടൽ. മാംസഭക്ഷണത്തിൽ ദില്ലിയിലെ അവസാന വാക്ക്. ഒരുപക്ഷെ ദഹ്ലി എന്നും ഷാജഹാനാബാദ് എന്നും മുഗൾ രാജാക്കന്മാർ വിളിച്ചിരുന്ന ദില്ലിയിൽ ഇന്നുള്ള ഏറ്റവും പഴയ ഹോട്ടൽ. ഒരു തുണിക്കടയുടെ പരസ്യത്തിൽ പറയുന്ന പോലെയാണ് കരീംസ് ഹോട്ടലിന്റെ അവസ്ഥ. ജുമാ മസ്ജിദിന് മുന്നിലെ തിരക്കേറിയ തെരുവിൽ നിന്ന് നോക്കിയാൽ ഇത്തരമൊരു ഹോട്ടൽ ഉണ്ടെന്ന് പോലും തോന്നില്ല. പക്ഷേ ഈ ഇടുങ്ങിയ വഴിയിലൂടെ അകത്തേക്ക് കടന്നാലോ, മട്ടന്റെയും ചിക്കന്റെയും അതിവിശാലമായ ഷോറൂം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള പാചകവിധികളുടെ അക്ഷയപാത്രമാണ് കരീംസ്. 1526 സഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ എന്ന ബാബർ ചക്രവർത്തി ദില്ലി കീഴടക്കി മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചപ്പോൾ തുടങ്ങിയതാണ് കരീംസ് രുചിയുടെ ചരിത്രവും. ബാബറിൻ്റെ കൊട്ടാരത്തിലെ പാചകക്കാർ, അവർ കണ്ടെത്തിയ പ്രത്യേക മസാലക്കൂട്ടുകൾ, അവരുണ്ടാക്കിയ പ്രത്യേക വിഭവങ്ങൾ, ഇതെല്ലാമാണ് കരീംസിൻ്റെ മുൻ തലമുറ. 1857 ബഹദൂർ ഷാ സഫറിന് സിംഹാസനം നഷ്ടമായപ്പോൾ നാടുവിട്ട് ഒളിച്ചോടിയ പാചകക്കാർ 1911 ജോർജ് അഞ്ചാമൻ രാജാവിൻ്റെ കിരീടധാരണത്തോടനുബന്ധിച്ചുള്ള ദില്ലി ദർബാറിൽ മുഗൾ രുചി വിളമ്പാൻ തിരിച്ചെത്തി. 2 വർഷം കഴിഞ്ഞപ്പോൾ ജുമാ മസ്ജിദിന് സമീപത്തായി ഹാജി കരീമുദ്ദീൻ കരീംസ് ദാബയ്ക്ക് അടുപ്പുകൂട്ടി. ആലു ഖോഷ്ടും പരിപ്പ് കറിയും റുമാലി റൊട്ടിയുമായി തുടങ്ങിയ കരീംസ് ദാബയിൽ ഷാജഹാനി മുർഗും ജഹാംഗീരി കുർമയും നർഗീസി കോഫ്തയുമെല്ലാം എത്തിയപ്പോൾ തിരക്കം കൂടി. മുഗൾ കൊട്ടാരത്തിലെ തന്തൂരി അടുപ്പുകളിലും വറചട്ടികളിലും പാകം ചെയ്ത വിഭവങ്ങൾ അതേ കറിക്കൂട്ടുകളുമായി രുചി ഒട്ടും ചോരാതെ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നു കരീംസ് ഇപ്പോഴും. स्पेशलिटी ये है कि हम जो क्वालिटी जो पहले बनता था हम उसी पर फॉर्मूला है हमारे पास, हमारा अपने, हम उसी पर मसाले हमारे जो हमें मालूम है हमारे फायदा, हाँ बिल्कुल, तो उसी को हम उसी तरह बनाते हैं, तो इसलिए अभी कोई कंपटीशन नहीं है करते हम किसी. വയറു നിറയെ കഴിക്കാൻ തീരുമാനിച്ച് തന്നെയാണ് കരീംസിലെത്തുന്നതെങ്കിൽ ഒരു തന്തൂരി റാൻ ഓർഡർ ചെയ്യുക. ഒരാടിൻ്റെ കാൽ തന്തൂരി അടുപ്പിൽ വെച്ച് പൊരിച്ച് അതേപടി മുന്നിലെത്തിക്കും. 3 പേരെങ്കിലും വേണം അതൊന്ന് കഴിച്ചു തീർക്കാൻ. എന്നാൽ ഒറ്റയ്ക്കിരുന്ന് തീർത്ത ശേഷം 2 പ്ലേറ്റ് കബാബ് കൂടി ഓർഡർ ചെയ്യുന്നവരും കുറവല്ലെന്ന് ഇവിടുത്തെ ജീവനക്കാർ പറയുന്നു. ഇനി തന്തൂരി റാൻ പോരെന്നുള്ളവർക്ക് തന്തൂരി ബക്ര കഴിക്കാം. നിർത്തിപ്പൊരിച്ച ആടിനുള്ളിൽ കോഴിയിറച്ചിയും ബിരിയാണിയും കശുവണ്ടിയുമെല്ലാം നിറച്ചാണ് ബക്ര തയ്യാറാക്കുന്നത്. വില 4000 രൂപ. വിവിധ ഇനം കബാബുകളാണ് കരീംസിലെ മറ്റൊരു സ്പെഷ്യാലിറ്റി. ഷാജഹാനി കബാബും ദിൽപസന്ദ് സീ കബാബുമെല്ലാമായി വായിൽ വെള്ളമൂറുന്ന വിഭവങ്ങൾ. രുചിയിൽ മാത്രമല്ല വിഭവങ്ങളുടെ പേരിലുമുണ്ട് മുഗൾ ബന്ധം. അക്ബറി മുർഗ് മസാല, മഖാനി മുർഗ് ജഹാംഗീരി, ബാദ്ഷാഹി ബദാം പസന്ത, ഇങ്ങനെ പോകുന്നു നോൺ വെജ് രുചികൾ. റോഗ്നി നാൻ, ലസീസ് കീമ നാൻ തുടങ്ങിയ റൊട്ടികൾക്കുമുണ്ട് മുഗൾ സാമ്രാജ്യത്വം. ദില്ലിക്കാർ മാത്രമല്ല, ദില്ലിയിലെത്തുന്ന വിനോദസഞ്ചാരികളും തേടിപ്പിടിച്ചെത്തുന്ന ഹോട്ടലായി ഇത് മാറിയിരിക്കുന്നു. ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു വർഷത്തിൽ ഒരു 5-6 പ്രാവശ്യം ഡൽഹിയിൽ വരും. എപ്പോഴും കരീം റെസ്റ്റോറൻറ്റിൻ്റെ ഫുഡേ കഴിക്കാറുള്ളൂ. പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ്, പിന്നെ അതിൻ്റെ ഓരോ ഭക്ഷണത്തിൻ്റെ സ്പെഷ്യൽ സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. സ്ഥിരമായിട്ട് വേണമെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലോ ഒരിക്കൽ പോലെ ഇവിടെ വരാറുണ്ട്. കാരണം ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. കാരണം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ഭക്ഷണങ്ങളാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഷാജഹാനാബാദിൻ്റെയും ഇന്ത്യയുടെയുമൊക്കെ അതിർത്തികൾ കടന്ന് ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട് കരീംസിൻ്റെ പ്രശസ്തി. ഏഷ്യയിലെ ഏറ്റവും മികച്ച ഹോട്ടലുകളിലൊന്നായി ടൈം മാഗസിൻ കരീംസിനെ തിരഞ്ഞെടുത്തു.
BBC-യും നാഷണൽ ജിയോഗ്രഫിക്കും ഉൾപ്പെടെയുള്ള ചാനലുകൾ കരീംസിനെക്കുറിച്ച് ഡോക്യുമെൻ്ററികൾ ചെയ്തു. ഇതെല്ലാം കണ്ടറിഞ്ഞ് വിവിധ രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികളും ദില്ലിയിൽ സന്ദർശനത്തിനെത്തുന്ന പ്രമുഖ വ്യക്തികളുമെല്ലാം കരീംസിലെ രുചി തേടിയെത്തുന്നു. ഓസ്ട്രേലിയയുടെയും ബംഗ്ലാദേശിൻ്റെയുമെല്ലാം ക്രിക്കറ്റ് ടീം ദില്ലിയിൽ കളിക്കാനെത്തിയാൽ മുഗൾ രുചികൾ ആസ്വദിക്കാതെ മടങ്ങാറില്ല. This is the best. I've been in India for 7 weeks, and this is the best meal I've had, hands down. This is the best naan I've ever had, the best curry I've ever had. It's amazing. Yeah, if we're ever back in Delhi, totally gonna look this place up again. Yeah. ലോകം മുഴുവൻ മുന്നോട്ട് പോകുമ്പോൾ രുചിയുടെ കാര്യത്തിൽ മാത്രം നൂറ്റാണ്ടുകൾക്ക് പിന്നോട്ട് പോകാമെന്നാണ് കരീംസ് പറയുന്നത്.